അപ്പോൾ ഗൈസ് ഗെയിമിംഗ് എസ് 2.0 എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു മൾട്ടിപ്ലെയറിന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ടൊയോട്ട ഹീലിക്സ് ആണ്. ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്ത് സ്റ്റിക്കറൊക്കെ അടിച്ചതാണ്. നമ്മുടെ കൂടെ ഇന്ന് ഇത് മൾട്ടിപ്ലെയർ ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ശിവേണ്ണനാണ്. ശിവേണ്ണൻ അപ്പുറത്തൊരു ജീവാഗണ്ടെ വലിയൊരു മോഡിഫൈ ചെയ്ത വണ്ടിയായിട്ട് കാണാം, അപ്പുറത്ത് നിൽപ്പുണ്ട്. ശിവേണ്ണോ പോണ്ടേ? അപ്പോൾ ശിവേണ്ണൻ പോവാന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് ഒരു പോകണം. ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് വരാം ശിവേണ്ണു. വേണ്ട അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അടിപൊളി ഓഫ് റോഡിങ്ങിനായിട്ട് പോവുകയാണ്. നമ്മുടെ സെറ്റ് വണ്ടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഓഫ് റോഡിങ്ങിന് പോവാണ്. ശിവണ്ണൻ്റെ വണ്ടി നാണ്ട് തിരിച്ചുകൊണ്ട് പോകാനെന്ന് തോന്നുന്നു. ഓണ്ടാണ്ട് ഈ ഇടിച്ച് കയറിയെന്ന് തോന്നുന്നു. അപ്പൊ കഴിച്ച് നമുക്ക് നേരെ പോവാം. ശിവണ്ണനിലേക്ക് പോയി കളയും. ശിവണ്ണു, എൻ്റെ വണ്ടി എങ്ങനെയുണ്ട്? നമ്മൾ പിന്നെ പണ്ട് തൊട്ട് ചീനാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ കഴിച്ച് അത് വേണ്ട, നമുക്ക് അല്ലാതെ കട്ട് ഫ്രോഡ് പിടിക്കണ്ട. എന്നാ ഞാൻ വരാം. ഗൈസ്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വലിയ നിയമനിർദ്ദേശങ്ങളൊന്നും പാലിക്കത്തില്ല. അയ്യോ, ഇടിച്ചിടിച്ച് ശിവണ്ണൻ്റെ ഒരു ഞാൻ എപ്പോഴേ അണ്ണൻ്റെ ഫ്രണ്ടിൽ കയറി. വണ്ടിയുടെ കൺട്രോൾ പോകും. അപ്പോൾ നമ്മുടെ ശിവണ്ണൻ പുറകിൽ കൂടെ കണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണല്ലേ ശിവേണോ? അപ്പൊ ഗൈസ്, നമ്മൾ ഇതാണ് ഓഫ് റോഡിങ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ചുമ്മാതെ ചെടികളൊക്കെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അല്ല, ഞാനിത് വഴി തന്നെയാ. അണ്ണൻ എവിടെ കഴിയാ? എന്നാ നമുക്ക് വെള്ളത്തിൽ കൂടെ പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി വെള്ളത്തിൽ കൂടെ പറപ്പിക്കാൻ പോവുകയോ, നമ്മുടെ വണ്ടി വെല്ലാൻ ഒരു വണ്ടിയും ഇല്ല ഗൈസ്. അണ്ണൻ്റെ ജീവാനൊക്കെ പൊട്ടയാണ് ഗൈസ്. താറൊക്കെ ഇതിൻ്റെ മുന്നിൽ എന്താണ് ഗൈസ്? അണ്ണോ, ഒരു ഹെൽപ്പ്. നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് കുടുങ്ങിപ്പോയി. നീ പേടിക്കണ്ട, ഈ അണ്ണനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ പരിശ്രമിച്ച് നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓഫ് റോഡ് ആയതിന് കുഴപ്പമില്ല. ശിവേണ്ണു എവിടെ പോയി? ഞാൻ ചായ കുടിക്കാൻ മറന്നുപോയി. ചായ കുടിക്കാൻ വന്നത്. ഞാൻ അങ്ങോട്ട് വരുവാ. ശിവേണ്ണ തിരിച്ച് വീട്ടിൽ പോയെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വന്നു എത്തി. വണ്ടി ചാടിച്ച് കട്ട ഓഫ്. നമ്മുടെ വണ്ടിയുടെ ഓഫ് റോഡിങ്ങിൻ്റെ അത്ര ഒരു വണ്ടിയും ഇല്ല. നമ്മൾ കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. ഏത് വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് അറിയിക്കുക. മിക്കവാറും നമ്മുടെ വണ്ടിയായിരിക്കും ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ ഇത്രയും മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതല്ലേ. എനിക്കും വേണമെങ്കിൽ അതിനേക്കാളും മോഡിഫൈ ചെയ്യാത്തത് എൻ്റെ നന്മ മനസ്സ്. നീ എവിടാ? അണ്ണോ, ഞാനിങ്ങനെ മണ്ടക്ക് നിപ്പുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ട് പറന്ന് വരിക. വണ്ടിക്ക് ചിറവൊക്കെ ഉണ്ട്. അണ്ണൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. അണ്ണൻ്റെ വണ്ടി ചോടി വരുന്നു. ഉയ്യോ, എൻ്റെ മോനെ, അണ്ണൻ്റെ വണ്ടി. അതാണ് കില്ലാടി. അതേസമയം നമുക്ക് നേരെ പോവാം, നമ്മളുടെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു കുളം പോലും വെള്ളം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഇതുവഴി ഇറങ്ങാം ഗൈസ്. ഇതുവഴിയാണോ? നമ്മളിന്ന് ഫുള്ളി ചുറ്റി കറങ്ങി സെറ്റാക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ലേ? നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിന്നെ കണ്ടാലേ അറിയാം. ഞങ്ങൾക്ക് ഇതിനകത്തൂടെ നിന്നെ കാണാം. നീ സബ്സ്ക്രൈബ് ചെയ്യ. ഞാനിവിടെ ഒക്കെ ഉണ്ട്. അണ്ണോ അണ്ണനെവിടാ? ഞാൻ ഒരു കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരിക. എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ട് കുഴി വീണു. അപ്പോൾ അണ്ണൻ്റെ കുഴി വണ്ടി വീണെന്ന് അല്ല ഓ, അണ്ണൻ്റെ വണ്ടി കുഴി വീണെന്ന്. നിക്കടാ, ഞാൻ അങ്ങോട്ട് വരുവാടാ. അണ്ണൻ്റെ വണ്ടിക്ക് സ്പീഡില്ലാത്ത എൻ്റെ കുഴപ്പമല്ല. അയ്യോ, എൻ്റെ വണ്ടി കണ്ട്
കരണം മെറിഞ്ഞ് കുഴപ്പമില്ല അയ്യോ ഇപ്പം പോയേനെ. ഗൈസ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഓഫ് റോഡിങ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഗൈസ് ഞാനാണ് ഗൈസ് ഇവനെ ഇത് പറഞ്ഞു കൊടുത്തത് ഈ വഴി. ചുമ്മാണ് ഗൈസ്. ചുമ്മാ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ ശിവേണ്ണൻ വണ്ടി കൊണ്ടങ്ങ് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാം ഗൈസ്. അണ്ണോ ഞാനിവിടെ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതുണ്ട്. ഞാനവിടെ കണ്ടുണ്ട്. ഞാൻ പണിയ പാലം. ഗൈസ് നിങ്ങൾക്ക് ശിവേണ്ണൻ്റെ ആരാന്നറിയത്തില്ല. ശിവേണ്ണൻ കാണുന്ന പാലമൊക്കെ പണിഞ്ഞ് ശിവേണ്ണനാണെന്ന് ശിവേണ്ണൻ പറയുന്നത്. ശിവേണ്ണൻ ഞാൻ പാലത്തിൻ്റെ താഴെ ഉണ്ട്. പാലത്തിൻ്റെ താഴെ ഒരു ഗുഹയ്ക്കകത്തൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങുക. ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങി. ഇപ്പം ഗൈസ് നമ്മൾ കൊട്ട ഗുഹയ്ക്കകത്തൂടെ ഇറങ്ങി. അവിടെ ഫുള്ള് വെള്ളമല്ല, തുടക്കത്തിൽ വെള്ളമുണ്ട്. ഓണ്ട് ശിവേണ്ണൻ്റെ വണ്ടി. ഈ അണ്ണൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മുടെ വണ്ടി രണ്ടിനകത്ത് ഭയങ്കര ബമ്പറൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ ഡാമേജ് ഒന്നും വരത്തില്ല. ആണ്ട് കേസ് അണ്ണൻ്റെ വണ്ടി വെള്ളത്തിൽ പോയെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ അണ്ണനോട് പറഞ്ഞ ഓവർ ആണോ? എന്നാ ഞാൻ ചാടാം. അയ്യോ ഗൈസ് നമ്മുടെ വണ്ടി ഇപ്പം ചാടും. ഞാനിപ്പോ വരാം. ഇതൊക്കെ എന്തോ കണ്ട എന്നെ ഓഫ് റോഡിങ്ങാ. നമുക്ക് ഇവിടെ കൂടെ ചെന്നങ്ങോട്ട് നോക്കാം എവിടം വരെ ചെല്ലുമെന്ന്. നമുക്ക് ഈ ദ്വീപ് അവസാനിക്കുന്ന അവിടെ നോക്കാം. വേറെ എല്ലാം കേറാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതിനെ എടുത്തോണ്ട് വരണോ? ഗൈസ് ഇതെന്തുവാ ഗൈസ്? ഏതാണ്ട് തിമിംഗലത്തിന്റെ ഏതാണ്ട് എല്ലാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇങ്ങി പോരെ. നേരെ സ്ട്രൈറ്റ് ഇങ്ങി പോരെ. ഞാനൊരു ചെറിയ ഓഫ് റോഡ് പിടിച്ച ഇപ്പൊ അങ്ങോട്ട് വരാം ഗൈസ്. നമ്മുടെ വണ്ടിക്ക് നമുക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വൈബാക്കാം. ലൈറ്റൊക്കെ കണ്ട് ചക്കൻ്റെ. ഗൈസ് ഇപ്പൊ എന്താ തിമിംഗലത്തിന്റെ എല്ലാം തോന്നുന്നു. ശിവേണ തൂക്കി അങ്ങ് വിറ്റാലോ? ആണ്ട് ശിവേണന്റെ വണ്ടിയല്ലേ ഇപ്പൊ അങ്ങോട്ട് പോയത്? ആണല്ലോ. ശിവേണ്ണൻ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ് ഗൈസ്. ചുമ്മാതാ ഗൈസ്. ഇവനെ പോലല്ല ചുമ്മാണ് ഗൈസ്. വണ്ടി ഓടിച്ചു നോക്കടാ. അല്ല ശരി വണ്ടി നോക്കി ഓടിക്കടാ. പിന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ആരാ നോക്കി ഓടിക്കാത്ത. ഈ അണ്ണന്റെ ഒരു കാര്യം. ഈ അണ്ണനെ ആരാന്നാ പുതിയ വണ്ടിയാ. പിന്നെ ഇതുവരെ പോറിയില്ല. അണ്ണൻ പോയി. അണ്ണൻ കടലിൽ പോയി. അണ്ണൻ ഇനി അപ്പുറത്തുടങ്ങാണ്ട് കേറി വരുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറെ കുരിശ് എന്തുവാ അണ്ണോ? ഇവിടെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോ കുറെ കുരിശൊക്കെ കണ്ടു. എന്തുവാ ശവക്കല്ലറ വല്ലതും ആണോ? നീ പോയ നമ്മുടെ കുരിശിന്റെ ഒക്കെ അവിടെ ഉണ്ട്. കുരിശ് കവല ഗൈസ്. ശരിക്കും ശവക്കല്ലറയാന്ന് തോന്നുന്നു. ഒരുപാട് ഷേപ്പുകളൊക്കെ കുരിശാണ് ഗൈസ് ഇത്. അണ്ണനെ ആ കടലിൽ കൂടി ഞാൻ ഇങ്ങി പോര്. കടലിൽ കൂടെ അല്ലല്ലോ ഇതിനകത്തൂടെ. അണ്ണ വാണോ? അയ്യോ വണ്ടിക്ക് ബ്രേക്കില്ലേ. എവിടെ? നിന്നെ കണ്ട്. ഗൈസ് അണ്ണൻ ഇങ്ങി വന്നെന്ന് തോന്നുന്നു. അണ്ണ പുറകോട്ടെടുത്തു. ഇതാണോടാ? ഇത് ശവക്കല്ലറ തന്നെ. ശവക്കല്ലറ ഭയങ്കര. രാത്രി ഇവിടെ പ്രേതഭൂത വിശ്വാസികൾ അലഞ്ഞു നടക്കും. എന്നാ നമുക്ക് രാത്രി ഇങ്ങോട്ടൊന്ന് വരണമല്ലോ. ഈ അണ്ണന്റെ ഒരു കാര്യം. എണ്ണ എന്തോ കാണിക്കുന്നേ? അടങ്ങിന്നേ വരെ അങ്ങോട്ട് കൊണ്ടുപോടാ. ഗൈസ് എന്ത് ചെയ്യാൻ? അണ്ണന് വണ്ടി ഓടിക്കാനോ? നിനക്കാ വണ്ടി ഓടിക്കാൻ അറിയാത്തെ? എന്റെ ഗൈസ് നമ്മുടെ വണ്ടി കേറത്തില്ല അണ്ണു. ഇതിനൊക്കെ അങ്ങോട്ട് മാറിക്കേ. നിക്ക് അണ്ണൻ പൊറോട്ട അങ്ങോട്ട് മാറാൻ. ആ റൂട്ട് തന്നെ ഞാനും പിടിക്കാൻ പോകും. ഗൈസ് കണ്ടോ നമ്മളെ ഒരു വണ്ടിയുടെ ഒരു കാര്യമല്ലേ ഗൈസ്. അയ്യോ ഇപ്പൊ പോയിന്.
ഗൈസ് ഇവിടെ കട്ട ഓഫ് റോഡിങ് ആണ്. ഞാൻ കണ്ട അവിടുന്ന് വെള്ളത്തിൽ പോയെന്ന് തോന്നുന്നില്ല. ഓ രക്ഷപ്പെട്ടു. നീ എവിടാ? ഞാൻ ഈ കുഴി ഉണ്ട്. ഏത് കുഴിയില്? അണ്ണൻ നണ്ട് തെറിച്ച് അണ്ണൻ്റെ നിഴല് കണ്ടായിരുന്നു ഗൈസ്. അതാണ് എൻ്റെ വണ്ടിയുടെ പവർ. ഓ നിന്റെ വണ്ടിയെ വിഞ്ചി ഉണ്ടോടാ? വിഞ്ചി അണ്ണൻ്റെ വണ്ടിയുണ്ടോ? അണ്ണൻ്റെ വണ്ടിയെല്ലാം ഉണ്ട്. എൻ്റെ വണ്ടിയിലും ഉണ്ട്. അണ്ണൻ്റെ വണ്ടിയെ ഇല്ലാത്തതായി ഒന്നുമില്ല. അയ്യോ അണ്ണൻ്റെ വണ്ടി എന്താ ചോദിക്കണം. സ്റ്റിക്കർ ഉണ്ടോ? ആ ഉണ്ട്. ഇവിടെ എൻ്റെ കയ്യെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ആഹാ കയ്യേലൊട്ടിക്കുന്ന ഗൈസ്. കയ്യേലാ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നത്. ഇതൊക്കെ ന്യൂജൻ സ്റ്റൈല്. പിന്നെ ഭയങ്കര ഓൾഡ് മാൻ ഗൈസ്. ആൾക്കാരൊക്കെ സ്റ്റിക്കർ വണ്ടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൈ പൊക്കി കാണിക്കും ഗൈസ് അണ്ണൻ. അതാണ് നമ്മുടെ ശിവേണ്ണൻ. നമ്മൾ വണ്ടിക്കകത്തല്ലേ വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ കോമൺ സെൻസ് വേണം. ഗൈസ് വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയാണ്, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇരിക്കുന്നത്. ഓ എന്നെ വെള്ളം തെറിപ്പിച്ച് ഞാൻ പോവുക. അണ്ണൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ്. അണ്ണൻ 15 മിനിറ്റ് എടുക്കുമ്പോൾ ഞാൻ 3 മിനിറ്റും കൊണ്ട് വരും. ഓ യോ 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 ഇപ്പം പോയേനെ ഗൈസ്. അണ്ണൻ പിന്നെ പ്രോ ആയതുകൊണ്ട് ഇതിനെ പറയാനൊന്നുമില്ല. നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഒരു കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. നീ അവിടെ നിർത്തണം. അപ്പോഴത്തേന് അണ്ണൻ ഇങ്ങനെ വരും. ഓ ഞാൻ പാറയുടെ ഒക്കെ നടുക്കൂടെ പോകണം. പാറ അടിച്ച് താഴെ പോയായിരുന്നാൽ മതി ഗൈസ്. എൻ്റെ തെളിവൊക്കെയാണെങ്കിൽ പാറയില്ല, എന്ത് വേണമെങ്കിൽ ഗൈസ് ഇനി ഇങ്ങനത്തെ ഉള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പറയാനില്ലല്ലോ ഗൈസ്. അതെന്താ വേണം താഴെ എന്താ വേണം ഒരു വേലി പോലെ. ഓ ഗൈസ് അത് എയർപോർട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതെ ഗൈസ് ആണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പ്ലെയിൻ കണ്ടോ ഗൈസ്. പ്ലെയിൻ അണ്ണനല്ലേ ഇപ്പം ചാടി എങ്ങോട്ട് പോയേ? അണ്ണൻ ചത്തു. ഗൈസ് വീണ്ടും അണ്ണൻ കുഴി പോയി. ഞാൻ അപ്പോളേ പറഞ്ഞാണ് ഗൈസ് എന്നോട് ആക്രാന്തം കാണിക്കല്ലേ. നമ്മളൊക്കെ പ്രോ ഡ്രൈവേഴ്സാണ് ഗൈസ്. ഞാൻ ഇപ്പം ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം കഴിഞ്ഞ ഗുഹയുടെ സൈഡിൽ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഈ അണ്ണൻ്റെ ഒരു കാര്യമല്ലേ. ഞാൻ കട്ട ഓഫ് റോഡേ പിടിക്കത്തുള്ളൂ, ഒന്നും നോക്കത്തില്ല. എന്നിട്ട് കുഴി പോകും ഗൈസ്. അതാണ് അണ്ണൻ്റെ ഒരു ശീലം. അത് തന്നെ, അതിനൊരു ഇതുണ്ട് സുഖം. ഗൈസ് നമ്മുടെ വണ്ടി ഇങ്ങനെ വൈബ് വണ്ടിയാണ്. വീണ്ടും ആരും പേടിക്കണ്ട, ഞാൻ ഇപ്പം വരും. 3 സെക്കൻഡ്. ആരും പേടിക്കത്തില്ല. നമ്മുടെ വണ്ടി ഭയങ്കര ലുക്കല്ലേ ഗൈസ്. ഭയങ്കര ലുക്കാണ്. അണ്ണൻ്റെ വണ്ടിയൊക്കെ ലുക്ക് നമ്മുടെ വണ്ടിക്കാണ്. ചുമ്മാ അതാണ് ഗൈസ്. അണ്ണൻ സ്വയം പുകഴ്ത്തൽ മേടിക്കുകയാണ്. കണ്ടോ എന്നെ വൈവാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഇവിടെ എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അണ്ണൻ്റെ വണ്ടിയല്ലേ പിന്നെ എങ്ങനെ നോക്കാനില്ലായിരിക്കും. നിങ്ങൾ ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ് എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എത്രയും വേഗം ലൈക്ക് അടിക്കും. അതെ ഗൈസ് ലൈക്ക് അടിക്കൂ എന്നാലും നമ്മുടെ അണ്ണന് തിരിച്ച് സർവൈവ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അണ്ണൻ കുഴി കിടന്ന് മരിക്കും ഗൈസ്. ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരുണ്ട് വഴി കാണിക്കാൻ? അതെ ഗൈസ്. എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അണ്ണൻ മരിക്കാതിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന്. എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ അണ്ണൻ. ഞാൻ ഓഫ് റോഡ് പിടിച്ചോണ്ട് വരുന്നുണ്ടാ, എന്നിട്ട് നിന്നെ ഞാൻ കില്ല്. അണ്ണോ എവിടെ പോയി? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഓഫ് റോഡൊക്കെ ചവിട്ടി കയറ്റുന്നുണ്ട് അങ്ങോട്ട്. പുഷ്പം പോലെ കയറി വരുന്നു, അറിയാവോ? നമ്മുടെ വണ്ടി സെറ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ നിന്നെ കണ്ടു. അയ്യോ വീണ്ടും കുഴി പോയി. ഞാൻ അങ്ങോട്ട് കയറി വരിക. ഈ അണ്ണൻ്റെ ഒരു കാര്യം നമുക്ക് താഴോട്ട് പോയാലോ? അയ്യോ താഴോട്ട് പോയില്ലേ. നമ്മളാണെങ്കിൽ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ് ഗൈസ്. ഇവിടെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ നിന്നോളും.
നമുക്ക് കണ്ട തെങ്ങും തോട്ടത്തിലോട്ട് പോകാൻ നോക്കാം. എവിടാന്നാ അത്? അയ്യോ പെട്ടു. അണ്ണാ നീ എവിടാ? അണ്ണാ ഞാൻ പെട്ടിരിക്കുക. പെട്ടിരിക്കുകയാണെങ്കിൽ അണ്ണനെണ്ടാ സഹായിക്കാൻ. നീ എവിടാന്ന് പറ, ഞാൻ അവിടെ വരും. നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരുക. നിന്നെ കണ്ടു. അയ്യോ കുഴി. നമ്മളെ അണ്ണൻ്റെ വണ്ടി ഭയങ്കര സീനാന്ന് തോന്നുമല്ലോ. അണ്ണൻ്റെ വണ്ടി എപ്പോഴും കുഴിയിലല്ലേ പോകത്തുള്ളൂ. അണ്ണൻ്റെ വണ്ടി ഭയങ്കര കുഴിപ്പോക്കാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അണ്ണൻ ഓ നമ്മളെ വണ്ടി പിന്നെ ഞാൻ ഇങ്ങി വന്ന് ഒരു തെങ്ങുംതോട്ടം പോലത്തെ സ്ഥലത്തുണ്ട്. തെങ്ങുംതോട്ടം സ്ഥലത്ത് വന്ന് പെട്ടു. അണ്ണൻ്റെ വണ്ടി പെട്ടിരിക്കുകയാണ്. അണ്ണൻ നമ്മുടെ മണ്ടക്കോട്ട് വന്നിട്ട് താഴോട്ട് ഇനി ചാടിയാൽ മതി. ഒരു തെങ്ങൊക്കെ ഉള്ള സ്ഥലമാണ്. ശരി, ഞാൻ അങ്ങോട്ട് വരുക. ഞാനൊരു ഗുഹ പോലത്തെ പാലത്തിൻ്റെ അകത്ത് കൂടെ അങ്ങോട്ട് വരും. അണ്ണൻ എവിടെ നോക്കാം. അണ്ണൻ വരുന്നുണ്ട്. എന്നെ കണ്ടോ? ഞാൻ തേണ്ടി ഇവിടെ മേളിൽ ഇപ്പം താഴോട്ട് വരും. താഴോട്ട് വന്ന കുഴി പോയപ്പോഴും ഗൈസ് നമ്മൾ കണ്ട ഒരു കൊച്ചു പാലം കണ്ടേ. അതല്ലേ നമ്മുടെ അണ്ണൻ പുറയിലോട്ട് തിരിഞ്ഞു. ഞാനാണ് അവിടെ പാലത്തിന്റെ സൈഡിൽ പെട്ടിരിപ്പുണ്ട്. അണ്ണ പുറകിലത്തെ പാലത്തെ പെടായിരുന്നാ മതി. നമ്മുടെ അണ്ണൻ ബെൻസിന്റെ വണ്ടിയുമായിട്ട് ഓ എന്റെ പൊന്നോ, അണ്ണന്റെ ഒരു കാര്യം, വണ്ടി നീങ്ങുമോന്ന് അറിയത്തില്ല ഗൈസ്. നീ ആക്സിലേറ്റർ മാക്സിമം കൊടുത്തു. മാക്സിമം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നൈട്രോ ഉണ്ടോ? നൈട്രോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല. നീ മാക്സിമം ഇത് കൊടുത്തു, ആക്സിലേഷൻ കൊടുത്തു. ഓ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. അണ്ണൻ്റെ ഒരു കാര്യം ഗൈസ്, അണ്ണൻ്റെ ഒരു കാര്യം. എന്നെ കൂടെ കൊണ്ടുപോകണം. ഇതിനാണോ അതുകൊണ്ട് ഈ കുഴി കൂടെ എൻ്റെ വണ്ടി ഇറങ്ങിയത് ഗൈസ്. ആണ് ചൂണ്ടയൊക്കെ വെച്ചേക്കുന്നു. ചൂണ്ട ഇടാൻ പറ്റുമോ? ഓ ചുമ്മാ വണ്ടി എടുത്തോണ്ട് പോടാ. ചൂണ്ടയൊക്കെ വെച്ചേക്കുന്നു. ആരാണ്ട് ചൂണ്ട ഇടാൻ. അയ്യോ പെട്ടു. അയ്യോ ഞാൻ പെട്ടു. അണ്ണൻ ഞാനും ചത്തു ഗൈസ്. നമ്മൾ രണ്ടുപേരും ചത്തിട്ടുണ്ട്. ഞാനും അണ്ണനും ചത്തിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും അതേണ്ട് പ്രത്യക്ഷപ്പെട്ടല്ലേ. നമുക്ക് താഴെക്കൂടെ പോയി അങ്ങോട്ട് പോകാൻ പറ്റും. താഴെക്കൂടെ പോയി അങ്ങോട്ട് താഴെക്കൂടെ പോയി അങ്ങോട്ട് ഞാൻ കുറെ ഓഫ് റോഡ് ചെയ്തുകൊണ്ടാണ്. അണ്ണ കുഴി കടന്നപ്പോഴായാലും ഞാനും ഗൈസും കൂടെ ഓഫ് റോഡിങ്ങിന് പോയിരിക്കുമായിരുന്നു. നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് വണ്ടിന്ന്. പിന്നെ നമ്മൾ ചത്തു. അണ്ണാ നിൽക്കി ഞാൻ കുഴി തിരിച്ചു വരട്ടെ. സിറ്റിയിലോട്ട് പോയാലോ? സിറ്റിയിലോട്ട് വിട്ടോ. അണ്ണൻ വരുന്നുണ്ട്. ഗൈസ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരണം. ഇനി നാളെ നമുക്ക് വേറെ വല്ല സംഭവം നോക്കാം. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ കാണത്തുള്ളൂ. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഒത്തിരി ലെങ്തായ ഭയങ്കര പാടാണ് ഗൈസ്. അയ്യോ പിന്നെ ബോറാകും. നിനക്കെന്നാടാ ഇതേ ഉള്ള പണി? നേരത്തെ എനിക്കായിരുന്നു ഈ അസുഖം. ഗൈസ് നമ്മൾ വീട്ടിലോട്ടെത്തി. നമ്മുടെ വീട് ഇതല്ലേ, വീടതാണ്. അണ്ണോ എവിടെ പോയി? ഞാൻ അങ്ങോട്ട് വരുവാടാ. നീ വീട്ടിലായില്ലേ? എൻ്റെ വീട്ടിലെ CCTV ക്യാമറ കൂടെ ഞാൻ നിന്നെ കണ്ടു. അണ്ണ പണക്കാരനായതുകൊണ്ട് CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പാവങ്ങൾ. അയ്യോ അണ്ണൻ്റെ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? അണ്ണൻ്റെ വണ്ടി ചതഞ്ഞു. ഇല്ല, എൻ്റെ വണ്ടി അങ്ങനെ. നമ്മുടെ വണ്ടി ഇടിച്ച അണ്ണൻ്റെ വണ്ടി എപ്പോഴാ ചതഞ്ഞു? ഞാൻ തിരിഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് പോവാ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഞാൻ എൻ്റെ വീട് കീഴടക്കി.
വീട് കീഴടക്കി. ഗൈസ് അണ്ണൻ നമ്മുടെ വീട് കീഴടക്കി ഇറങ്ങി പോണ്ടു. പിന്നെന്താ, ഇവിടെ വണ്ടി മാറ്റി നിർത്തണ. എൻ്റെ പുതിയ വണ്ടിയാണ്. സ്ക്രാച്ച് ചെയ്ത് എൻ്റെ വണ്ടിയുടെ പകുതി പെയിന്റ് പോയി. എൻ്റെ വണ്ടി പിന്നെ ഭയങ്കര സീനായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് സ്ക്രാച്ച് ചെയ്തത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ആഡ് കയറി വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ കട്ടാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഇടയ്ക്ക് കട്ടാകാൻ ചാൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അണ്ണനാണ്ട് പ്രത്യേകിച്ച് അപ്രത്യക്ഷമായി ഗൈസ്. ആരും പഠിക്കണ്ട, ഞാൻ അപ്രത്യക്ഷമൊന്നും ആയതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയതാ. എൻ്റെ ഫോൺ ഞാൻ അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ട് പോയതാ. അപ്പോൾ ഗൈസ് അണ്ണനാണ്ട് അവിടെ ഫോൺ മറന്നു വെച്ചു എന്നിട്ട് വീഡിയോ നിർത്താവുള്ളേ. അപ്പോൾ ഗൈസ് അണ്ണൻ വന്നിട്ട് വീഡിയോ നിർത്താവുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം നമ്മൾ നേരെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ വരെ ടാറ്റ. അത് മാത്രമല്ല, നമ്മളുടെ ശിവയാണെങ്കിൽ മുമ്പേ ഈവിൾ നൺ കളിച്ച് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നേരെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഇപ്പം കഴിയുന്ന ഉടനെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടിപൊളിയാണ്. അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ്. അവൻ്റെ ഫേസ് ഒക്കെ കാണാം. അപ്പം ഇതിന് ഫേസ് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഫേസ് ഇടാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു ഗെയിമിൻ്റെ തന്നെ റേസിംഗ് വീഡിയോസൊക്കെ നമ്മൾ വരും. ഭയങ്കര സെറ്റ് പോർഷൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പം പോർഷൊക്കെ ആയിട്ട് എത്ര പെട്ടെന്ന് വരും, മിക്കവാറും നാളെ തന്നെ വരും. പിന്നെ നമ്മളുടെ ചൂച്ചു ചാർലസ് എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മൾ പാർട്ട് 1 രാവിലെ ഇട്ടായിരുന്നു. അതും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. അത് നമ്മുടെ മറ്റേ ഡിവൈസ് അങ്ങോട്ട് ഇതാകുന്നില്ല, സപ്പോർട്ടാകുന്നില്ല. അതുകൊണ്ട് ഹോമായി പോവുകയാണ്. അപ്പം അണ്ണൻ ഫോൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഗൈസ് അണ്ണനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അയക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അപ്പം കാണാം, അപ്പം കമൻ്റ് ഇടാം. ഈ അണ്ണൻ്റെ ഒരു കാര്യമുണ്ട്, അണ്ണൻ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അണ്ണൻ തന്നെ ആയിരിക്കും ഇനിയുള്ള വീഡിയോകളെല്ലാം. അണ്ണ നമുക്ക് റേസൊക്കെ വെക്കാം. അപ്പോൾ ഗൈസ് അണ്ണൻ റേസൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ ടാറ്റ.